അതൊക്കെ ഇങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ എന്നുള്ളത്. പിന്നെ ഒന്നെന്ത് ചെയ്യാണ്, ഇബ്നു ശിഹാബ് സാബിരി എല്ലാവർക്കും അറിയാലോ. കാരണം മൂപ്പര് ഈ ഹദീസ് കളക്ട് ചെയ്യാനും അത് റെക്കോർഡ് ചെയ്യാനും ഒരു രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചുള്ള ഒരാളാണത്. പലയിടത്തും ചിതറിക്കിടക്കുന്ന സ്കാറ്റേഡായി കിടക്കുന്ന ഈ മാനുസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്വഹീഫകൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്തിട്ട് ഇത് മനഃപ്പാടമാക്കിയുള്ള കുറെ ആളുകൾ നേരിട്ട് കണ്ടിട്ടൊക്കെ എന്ത് ചെയ്യണം, ഇത് കളക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ വളരെ ടാർഗറ്റ് ചെയ്യാന്നുള്ളത് ഇവരുടെ എന്ത് ചെയ്യണം ഒരു ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. അങ്ങനെ മൂപ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, ഉമയ്യത്തുമായിട്ടും ഭരണകൂടവുമായി ബന്ധപ്പെടുത്തിയിട്ട് അവരുടെ നിരവധി പൊളിറ്റിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ഹദീസുകൾ മൂപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് വരുത്തിക്കുക. മൂപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അവരുടെ യൂണിഫോമിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, പൊളിറ്റിക്കൽ അജണ്ടക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ആണ് അബ്ബാസിദുകളുടെ കാലത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ലീഗൽ ഇതൊക്കെ നടക്കുന്നത്, മദ്ഹബുകൾ രൂപപ്പെട്ടു വരുന്നത്, അതിന്റെ ഭാഗമായിട്ട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുന്നത്. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഹദീസ് അടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ രചിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ന് പറയുന്നത് ലീഗൽ ഹദീസുകളൊക്കെ ആ കാലത്താണ് എന്തുണ്ടാകുന്നത്, ഉത്പാദിപ്പിക്കപ്പെടുന്നത്, ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം ഓരോ ഇമാമിനും ഓരോ സ്കൂൾ ഓഫ് ലോനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ സ്കൂൾ ഓഫ് ലോക്ക് എന്തൊക്കെ പ്രോമിനൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു, നബിയിലേക്ക് ചേർത്തിട്ട് കുറേ ഹദീസുകൾ പറയുന്നു എന്നുള്ളത്. പിന്നെ സാധാരണ ഷിയ സുന്നി പ്രോ ആലിദ് ഹദീസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അലി അള്ളാനെ പുകത്തുന്ന അല്ലെങ്കിൽ അഹ്ലു ബൈത്തിന് എന്തെങ്കിലും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഹദീസുകളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും അതൊക്കെ ഷിയക്കാരുണ്ടാക്കിയതാണ്. അതിനെതിരെ വരുന്ന ഹദീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, സുന്നി പക്ഷത്തു നിന്ന് ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ കുറെ മത്തിനുകൾ എടുത്തിട്ട് അതിന്റെ പിന്നിലൊക്കെ പ്രത്യേകമായിട്ടുള്ള അജണ്ടകളൊക്കെ എന്ത് ചെയ്യണം, ഈ രീതിയിൽ അങ്ങനെ ലിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കുറെ ഹദീസുകൾ തന്നെ വ്യാപകമായിട്ട് ഈ പ്രത്യേകിച്ച് ഈ 8-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ടിലൊക്കെ എന്തുണ്ട് വളരെ വ്യാപകമായിട്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെന്നതാണ് ബൂൾഷിയർ വാദിക്കുന്നത്. ബൂൾഷിയർ വാദിക്കുന്ന അല്ലെങ്കിൽ ജനറലി ഓറിയന്റേഷൻ വാദിക്കുന്ന മറ്റൊരു ഇതാണ് എന്ത് ചെയ്യണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതൊന്നും എന്ത് ചെയ്തില്ല, രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല, വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. അതുവരെ ഇതൊക്കെ ചെയ്തിരുന്നത് അവർ മെമ്മറിയിൽ സൂക്ഷിച്ചു. പിന്നെ എന്തിനു ഓറലി ഷഫവി ആയിട്ട് എന്ത് ചെയ്തു, അത് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇത് വളരെ ഡുബിയസ് ആയിട്ടുള്ള അതിൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം മാറ്റത്തിരുത്തലുകളും അതുപോലെ കൂട്ടിക്കലർത്തുകൾക്കൊക്കെ സാധ്യത ഉള്ള ഒരു മീഡിയമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓറൽ ട്രാൻസ്മിഷനും. മെമ്മറി എന്നൊക്കെ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെ മാറാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു മേഖലയും കൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്റ്റോറേജ് ആയിട്ടൊക്കെയാണ് അവർ അതിനെന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പണ്ഡിതന്മാർ പല രീതിയിൽ മറുപടി പറയുന്നുണ്ട്. ഷാർത്ത് പ്രധാനമായിട്ടും സനദുകൾ കേന്ദ്രീകരിച്ച് ഈ കോമൺ ലിങ്ക് തിയറിയും ബാക്ക്ഗ്രോത്ത് ഓഫ് ഇസ്നാദും ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, പ്രത്യേക കാലങ്ങളിൽ ഇങ്ങനെ സനദുകൾ ഉണ്ടാക്കി എന്നുള്ളതും അതിൽ എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുപോയി ഹദീസ് ക്രിറ്റിസിസം ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കരുതി കൂട്ടി ഈ ഒരു അജണ്ടകൾക്ക് വേണ്ടിയിട്ടുണ്ടായത് എന്നാണ് മൂപ്പര് വാദിക്കുന്നത്. ഒരു ഹദീസ് വ്യത്യസ്ത തുറുക്കുകളിൽ വരുമല്ലോ, പാരലൽ ഹദീസൊക്കെ എന്ന് പറയും, ഡൈവിങ് ഇസ്നാദ് എന്നൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. ഒരു ഹദീസിന് വ്യത്യസ്ത തുറുക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണേ, ഇതിന് അത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വളരെ കാൽക്കുലേറ്റഡ് ഇന്റന്റഡ് ആയിട്ട് മുസ്ലിങ്ങൾ എന്തൊക്കെയാ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ഫാബ്രിക്കേറ്റ് ഉണ്ടാക്കിയത്. അതിന് ഒറ്റ മറുപടി ആരോ ഒരാൾ പറയുന്നുണ്ട്, വളരെ അത്ഭുതമായിട്ടോ. അങ്ങനെ വളരെ കൃത്യമായിട്ട് എല്ലാവരും ഒരു സാധനത്തിൽ ഒന്നിക്കുക എന്നുള്ളത് ഒരു ഫാബ്രിക്കേഷന് നമുക്ക് ഒരു നിലക്കും കഴിയില്ലല്ലോ. അത് ഇങ്ങനെ പറയുമ്പോൾ വലിയ കാലഘട്ടമാണത്, ഒരു കാലഘട്ടമല്ല. ആ കാലഘട്ടത്തിലൊക്കെ എന്ത് ചെയ്യണം, ആളുകളൊക്കെ എല്ലാവരും ഈ ഒരൊറ്റ ഇതിൽ ഒരുമിച്ച് നിന്നിട്ട് ഒരു കള്ളത്തരത്തിൽ എന്ത് ചെയ്യണേ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് ഭയങ്കര ആണത്. ഇതങ്ങനെ ഒരു ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനമാണല്ലോ. അപ്പോൾ അത് ഒരു നൂറ്റാണ്ടിലല്ല, വ്യത്യസ്ത നൂറ്റാണ്ടുകൾ ഇത് നടക്കുന്നുണ്ട്. അപ്പൊ ഇവരവിടെ നമ്മളെ ഈ നഖ്തുൽ ഹദീസിന് നമ്മൾ കൊണ്ടുവന്ന വളരെ കൃത്യമായിട്ടുള്ള എന്തേക്കാരം ആ ഒരു കായികകളും തിയറികളും ഇതൊക്കെ ഉണ്ട്, ടൂൾസൊക്കെ കുറേ ഉണ്ട്. അത് പിന്നെ വിവിധ തുറുക്കുകളിൽ വന്ന ഹദീസുകൾ, ഈ വള് എന്നുള്ളത് നമ്മൾ തന്നെ അംഗീകരിക്കുന്നുണ്ട്. വള് അതാണ്. പിന്നെ വേറൊന്ന്, ഇവർ വാദിക്കുന്നതൊന്നും നമുക്ക് പുതുമയുള്ളതല്ല. അതായത് മുൽത്തഖർ റാവി എന്നുള്ള സാധനം നമ്മൾ പറയുന്നത് അതാണ് കോമൺ ലിങ്ക്. മുൽത്തഖർ റാവി ഉണ്ടാവും, കുറെ ഇങ്ങനെ ചെയിന് വന്നങ്ങാണ്ട് ഒരാളെ ഉണ്ടായിരിക്കും. പിന്നെ അയാളിൽ നിന്ന് എന്തേക്കാരം കുറെ ആളുകളിലേക്ക് പോകും. അത് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് നബിയിൽ നിന്ന് എന്തേക്കാരം ആദ്യം ഒരാളിലേക്ക് വന്നു, ഇപ്പൊ അങ്ങനെ പറയണേ, ഒരു വളരെ ലേറ്റ്, അതായത് കമ്പാനിയൻസിന്റെയും പിന്നെ എന്ത് ചെയ്യാണ് സക്സസേഴ്സിന് ശേഷം ഉള്ള ഒരു ട്രാൻസ്മിറ്ററിൽ നിന്നാണ് ഈ കോമൺ ലിങ്ക് ഉണ്ടാകുന്നത്.
ഇവിടെ പറഞ്ഞതിൽ എന്തേക്കാരം മോസ്കേന് മുമ്പ് തന്നെ ഉണ്ടാകണമെന്ന് കാണിക്കുന്നുണ്ട്. മോസ്കേന് മുമ്പ് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇവരെന്തേക്കാരം അതിന്റെ ശേഷമുള്ള മാത്രമേ എടുക്കുള്ളൂ. അതിന് മുമ്പുള്ളത് നോക്കൂല. മുമ്പെടുത്ത് കഴിഞ്ഞാൽ ഒരു രീതിയിൽ വാദിക്കാനും കഴിയില്ല. അതാണ് ലിമിറ്റഡ് സോഴ്സസും പരിമിതമായിട്ടുള്ള എന്തേക്കാരം അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ വാദിക്കുന്നത്. ഇത് ജനറലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒറിജിനലിസ്റ്റുകളെ ചെറിയ ഇൻസ്റ്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനറലൈസ് ചെയ്യുക. അപ്പൊ അതിൽ ഇതെടുക്കുമ്പോൾ നമ്മളിപ്പോ ഞാനിപ്പോ ഇവിടെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. നിങ്ങളെല്ലാവരും തന്നെ ഭാവിയിൽ ഒരിക്കലും എല്ലാവരും ഹദീസ് പണ്ഡിതന്മാരാവില്ല. അങ്ങനെ ആയാലാണ് എന്നിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ കൈമാറി പോകുള്ളൂ. എല്ലാവരും കൈമാറി പോകുള്ളൂ. അതല്ലെങ്കിൽ എന്തേക്കാരം ക്ലാസ്സിൽ അത് കൃത്യമായിട്ട് ഒരാൾ മാത്രം എന്തേക്കാരം ശേഷം വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുക. എല്ലാവരും പറഞ്ഞു കൊടുക്കണമെന്നില്ല. ഓലാതാൻ ചോദിക്കണത് നബി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരാൾ മാത്രം വന്നത് എന്നുള്ളത്. അപ്പൊ അന്നെന്ത് ചെയ്യണേ, ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അത് ചില ആളുകളിൽ മാത്രം നിക്ഷിപ്തമായിരുന്നു. അതല്ലാതെ എല്ലാവരും കൂടി എന്ത് ചെയ്യണം, ഒരു സാധനം കേട്ടാൽ അത് അങ്ങനെ തന്നെ പറയണമെന്നില്ല. എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സാധനം പിന്നീട് വേറെ തുറക്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ പറയും. പിന്നെ ഇത് ഏതൊരു ഹദീസ് പറയുന്നുണ്ട്, അതിലെന്ത് ചെയ്യാണ്, ഈ പ്രാവുകളെ, ഏതൊരു ഖലീഫക്ക് പ്രാവുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണേ, ഈ ഖലീഫ രാജാവിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രാവുകളെ ഇഷ്ടമാണെന്ന് ഇറങ്ങാണ്ട് ഇത് പറഞ്ഞു. അമീന്, ഖലീഫ അമീനായിരുന്നു. അപ്പൊ ഖലീഫ അമീൻ എന്ത് ചെയ്യണം, പ്രാവുകൾക്ക് ഇഷ്ടമാണ്. അപ്പൊ ഈ ഖലീഫയുടെ എന്തേക്കാരം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ എന്താ പറയുക, പ്രശംസയും മറ്റേതോ അല്ലെങ്കിൽ സാമീപ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ എന്ത് ചെയ്തു, ഒരു ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്യുന്നു, പ്രാവുകളെ വളർത്തുന്നതോ ഒരു ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനൊരു സാധനം ഉണ്ട്. അതെന്ത് ചെയ്യണേ, നമുക്ക് കാണപ്പെടല എന്ത് ചെയ്യാം, നമ്മളെ മൗദൂആത്തിന്റെ ഗ്രന്ഥം ഉണ്ടല്ലോ, അതിലാണ് കാണപ്പെടുന്നത്. അപ്പൊ മുസ്ലിങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ടുള്ള, മുസ്ലിം പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാര് വളരെ ശാസ്ത്രീയമായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് കണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ കണ്ടെത്തിയിട്ട് അതൊക്കെ ഒരു കിതാബുകളായിട്ട് ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇബ്നു ഖുതൈബക്ക് അല്ലേ മൗദൂആത്തുണ്ട് വളരെ കൃത്യമായിട്ട്. എന്നിട്ട് അതിനൊരു ഇൻസ്റ്റൻസ് എടുത്തുകൊണ്ട് ഇവർ പറയാണ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ജഡ്ജ് ചെയ്തേക്കണ് ഇത് മൗദൂആയ ഹദീസാണെന്ന് പറഞ്ഞാണ്ട്. അതിനെന്ത് ചെയ്യണം, അത് ഉണ്ടാക്കിയ ആളുകളൊക്കെ ആ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ എന്നിട്ട് അതെടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അവർ വാദിക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണേ, എന്നിട്ട് അതിനെ ജനറലൈസ് ചെയ്യും. അതുകൊണ്ട് ഈ ഏരിയയിൽ വരും മൊത്തം എന്ത് ചെയ്യാണ്, ഫാബ്രിക്കേറ്റഡ് ആണെന്നുള്ളത്. അപ്പൊ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇവരെന്ത് ചെയ്ത് ഈ രീതിയിലുള്ള ജനറലൈസേഷന് നടത്തുന്നത്. അപ്പൊ ഞാനീ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ഹദീസ് ഉണ്ടല്ലോ, അത് ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡാണ്. അങ്ങനെ നമ്മൾ പറയേണ്ടത്. നമ്മൾ ഹിസ്റ്ററിയെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് നമ്മുടെ നഖ്ലുൽ ഹദീസ്. അതല്ലാതെ അവരുടെ HCMN ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളിത് ചെയ്യണമെന്നില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹദീസിന്റെ കേസിൽ ഇപ്പൊ എന്താ വേണ്ടത്, ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഈ സാധനങ്ങൾ തെറ്റാണോ ശരിയാണോ തെളിയിക്കലാണ്. സ്വഹീഹാണോ വയീഫാണോ ആ സാധനം, അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ ഓൾറെഡി അത് ഹദീസ് ഡെവലപ്പ് ചെയ്യുന്ന കാലത്ത് തന്നെ, അതായത് വികാസം പ്രാപിക്കുന്ന കാലത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സാധനങ്ങളെ പണ്ഡിതന്മാരെ വികസിപ്പിച്ചെടുത്തിട്ട് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്ന സമൂഹത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ സാധനത്തെ റെലവൻറ്റൈസ് ചെയ്യാനാണ് ആര് ശ്രമിക്കുന്നത്, ഹെറാൾഡ് മോസ്കി ചെയ്യുന്നത്. നിങ്ങൾ വെസ്റ്റ് എന്നുള്ള പുതിയ സാധനങ്ങളൊന്നും എടുക്കണ്ട. മുസ്ലിങ്ങൾ പണ്ട് കാലം ഉണ്ടാക്കിയിട്ടുള്ള സാധനം വളരെ ശാസ്ത്രീയമാണ്. അത് വെച്ചാൽ തന്നെ എന്തേക്കാരം ഫാബ്രിക്കേറ്റ് ചെയ്തതും അല്ലാത്തതൊക്കെ എന്തേക്കാരം കണ്ടെത്താൻ പറ്റും. അത് വെച്ചിട്ട് മുസ്ലിങ്ങൾ എന്ത് ചെയ്യണ്ടേ, അത് കണ്ടെത്തിയിട്ട് അതൊക്കെ എന്ത് ചെയ്യുന്നത്, ക്രോഡീകരിക്കപ്പെടണം എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ മോസ്കി പറയുന്നത്. അതിന് എന്ത് ചെയ്യണ്ട, വെസ്റ്റിന്റെ HCM ഉപയോഗിച്ചിട്ട് എന്തേക്കാരം അനലൈസ് ചെയ്യേണ്ട. അനലൈസ് ചെയ്തപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളാണ് കാണുന്നത്. ഇന്നെന്ത് ചെയ്യണം, വളരെ ശാസ്ത്രീയമായിട്ട് എന്ത് ചെയ്യണ്ടേ, മുസ്ലിങ്ങൾ ഇസ്നാദിനും അതുപോലെ തന്നെ മത്തിനൊക്കെ എന്ത് ചെയ്യാണ്, കൃത്യമായിട്ട് ഏതാന്നുള്ള കണ്ടെത്താനുള്ള മാർഗങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. ആ രീതിയിലാണ് അതിനെന്ത് ചെയ്യണത്, സമീപിക്കേണ്ടത്. ഈ രണ്ടാളുകൾക്കും മോഡ്സ്കിയുടെ രീതിയിൽ മറുപടി പറയാം. മെത്തഡോളജിക്കൽ ആയിട്ടുള്ള അതിന്റെ അനോമാലീസ് ഒക്കെ എന്ത് ചെയ്യാൻ, ഷോർട്ട് കമ്മിങ്സ് ഒക്കെ കണ്ടെത്തിയിട്ട് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ രീതിയിലുള്ള റെസ്പോൺസും കൊടുക്കുക. സിബായിയും അതുപോലെ തന്നെ അഴലമിയൊക്കെ കൊടുത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. സ്റ്റഡീസ് ഇൻ ഏർലി ഹദീസ് ലിറ്ററേച്ചർ എന്നുള്ള അഴലമിയുടെ പുസ്തകത്തിലും മറ്റേതും. അപ്പൊ അഴലമി ഇവരൊക്കെ ചെയ്തത് എന്താണെന്ന് പറയാം, ഇവര് ഇതിന് തെളിവുകളില്ല എന്നാണ് പറയണത്. ആദ്യകാല എവിഡൻസുകൾ നമ്മളെ കയ്യിലില്ല എന്നാണ് വാദിക്കുന്നത്. അഴലമി പ്രധാനമായിട്ട് ചെയ്യുന്നത് സ്വഹീഫകൾ മാക്സിമം അന്ന് എഴുതപ്പെട്ടിട്ട് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സ്വഹീഫകൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യണം.
എല്ലാതും ഒന്ന് എഴുതപ്പെട്ട എല്ലാതും എന്ത് ചെയ്യില്ല ഈ കാലത്ത് അവൈലബിൾ അല്ല. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, കരിച്ച് കളഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ എന്ത് ചെയ്യണേ, അത് കൈമാറാതെ എന്ത് ചെയ്യുന്നുണ്ട്, നശിച്ചു പോയിട്ടുണ്ട്, വേറെ എവിടെ ആർക്കും കിട്ടാത്ത രീതിയിൽ വെക്കുക. അപ്പൊ അതിന് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതിന് കൃത്യമായിട്ട് നമ്മളെയൊക്കെ കാരണങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അങ്ങനെ സാധനം എന്തുകൊണ്ട് കൈമാറിയിരുന്നു എന്നുള്ളത്. കാരണം ആ കാലത്തുള്ള എഴുത്ത് അയാൾക്ക് തന്നെ അറിയുള്ളൂ. ആ സാധനം വേറെ ആൾക്ക് അറിയില്ല. വേറെ ആൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അയാൾ എന്തേക്കാരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പൊ ഞാൻ എഴുതുമ്പോൾ അന്ന് ലിപികളൊന്നും കൃത്യമായിട്ട് വന്നിട്ടില്ല. പിന്നെ ഈ എഴുത്തിനുള്ള ഉപയോഗിക്കുന്ന പേനകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക സ്കില്ല് തന്നെ വേണം. അതിന് എല്ലാവർക്കും എഴുതാനൊന്നും കഴിയില്ല. അപ്പൊ ഞാൻ എഴുതുന്ന മീമും നൂനും വാവും യാതൊക്കെ ഇന്റേതായിട്ടുള്ളൊരു രീതിയിലേക്കാണ് എഴുതുക. അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് അയാൾ തിരിച്ചിങ്ങോട്ട് പറഞ്ഞ് അങ്ങനെയൊക്കെ ആകുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, അത് കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. വാപ്പ മകന് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു വണ്ടി എഴുതപ്പെട്ട ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുള്ളൂ. അതില്ലെങ്കിൽ അവർ കൊടുക്കാൻ ധൈര്യപ്പെടില്ല. കാരണം അത് തെറ്റായിട്ട് വായിക്കുകയും നബിയെ കുറിച്ചൊക്കെ എന്തേക്കാരം മോശമായിട്ടുള്ള രീതിയിൽ അത് എന്തേക്കാരം പറയാനൊക്കെ സാധ്യത കണ്ടിട്ട് അതെല്ലാവരും ചില ആൾക്കാർ കരിച്ചു കളയും. എന്നാലും ചില സ്വഹീഫകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അന്ന് എഴുതപ്പെട്ടിരുന്നു. പിന്നെ അതെന്ത് ചെയ്യുന്നു, ശേഷമുള്ള ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ബുഖാരി അതുപോലെ ഷാഫി ഇമാമിന്റെ റിസാലന്റെ മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ഈ മഖ്തൂത്താത്തുകൾ സ്വഹീഫകളൊക്കെ ഉണ്ട്. ഇവർ പറയണ എന്ത് ചെയ്യണം, കുറേ ലേറ്റർ ആയിട്ടുള്ള സ്റ്റേജിൽ മാത്രമല്ല എന്ത് ചെയ്യണത് ഇത് കാണപ്പെടുന്ന എന്നുള്ളത്. അങ്ങനെ മറുപടി പറയുന്നുണ്ട്. അതേപോലെ എന്ത് ചെയ്യണേ, അന്ന് ഇങ്ങനെയുള്ള മെമ്മറിയും ഈ ഓറൽ ട്രാൻസ്മിഷൻ ഉണ്ടല്ലോ, അതായിരുന്നു എഴുത്തിനേക്കാൾ ഏറ്റവും ശാസ്ത്രീയമായത് എന്നുള്ളത് എന്തേക്കാരം നമ്മൾ തെളിയിച്ചു കൊടുക്കുക. അതാണ് വേറൊന്ന്. ഇവർ വാദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്ന് വ്യാപകമായിട്ട് എഴുതിയിരുന്നില്ല. നമ്മൾ അത് തന്നെയാണ് സമ്മതിക്കുന്നത്. അവർ പറയുന്നത് വ്യാപകമായിട്ട് എഴുതാത്തത് കൊണ്ട് എന്ത് ചെയ്യാണ്, അവിടെ ഫാബ്രിക്കേഷന് സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ എന്തേക്കാരം കുറെ കുട്ടിക്കലർത്തുകൾക്ക് സാധ്യത ഉണ്ട്. നമ്മളിവിടെ പറയുന്നമാർക്ക് ചൂന്നിറങ്ങാണ്ട് അങ്ങോട്ടെത്തുമ്പോൾ ഉണ്ടങ്ങാതെ അങ്ങനെ പറയല്ലേ പണ്ട്. അങ്ങനെ നിങ്ങളൊരു ഗെയിം ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. 4-5 ആൾക്കാർ ഇങ്ങനെ കുറേ ആൾക്കാർ 10ഓളം ആളുകൾ വരിക്ക് നിൽക്കുക. ഒരാളോട് കാര്യം പറയും, അയാളടുത്ത ഇത് പറയുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് എത്തുമ്പോൾ മറ്റൊരു മാറിയിട്ടുണ്ടാവും. അതായത് നമ്മൾ ഒരു സാധനത്തെ നേരിട്ട് കൈമാറി അവിടുന്ന് ഒരാൾ കൈമാറി എങ്ങനെ പോകുമ്പോൾ അതിനെന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം നേരിട്ട് കേൾക്കുന്നതും വേറെ ആളിലൂടെ കേൾക്കുമ്പോഴും എന്തേക്കാരം അത് പല രീതിയിലേക്കാണ് നമ്മളേക്ക് എത്തുക. അപ്പം അതാണ് ഇവർ പറയുന്നത്. അങ്ങനെ കൈമാറി പോകല്ലേ. അപ്പം എനിക്ക് കണ്ടാൽ അവിടുന്ന് അങ്ങോട്ട് എന്തേക്കാരം മാറുമ്പത്തിനേക്ക് വേറെ സാധനം കൂട്ടിക്കലർത്തുന്നത്. അപ്പം നമ്മളതിനെന്ത് ചെയ്യണം, അതാണ് ശാസ്ത്രീയമായത് എന്നുള്ളത് ഇതാക്കണം. ചിലപ്പോൾ നിങ്ങളെ ഇത് സിലബസിലുണ്ടായിരിക്കും ഒരു മത്തീരിന്റെ ബുക്ക്. എന്ത് മത്തീരിയെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അസുന്നത്ത് തദ്വീനു സുന്ന വശുബഹാത്തുൽ മുസ്തശരിഖീന തോന്നുന്നുണ്ട് അതിൻ്റെ പേര്. അതിന് തുടക്കത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഈ എഴുത്തല്ല ഈ മെമ്മറി ഹിഫ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ട്രാൻസ്മിഷന് ആ കാലത്ത് ഏറ്റവും ശാസ്ത്രീയമായി എന്നുള്ളത്. അതേ സാധനം വേറൊരു രീതിയിൽ വ്യാപകമായിട്ട് എന്തുകൊണ്ട് എഴുതിയില്ല എന്നുള്ളതിന് നാബിയ ബോട്ട് എന്നുള്ള ഒരു പാപ്പിറോളജിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ ഈ ഇങ്ങനെയുള്ള ഈ പാപ്പിറസ് അങ്ങനത്തെ ഈ ആദ്യകാല എഴുത്തുകളൊക്കെ ഉണ്ടാവില്ല, അതിനെക്കുറിച്ച് നടന്നിട്ടുള്ള ഗവേഷണത്തിന്റെ ഭാഗമായിട്ടും അവളും പറയുന്നുണ്ട്. പാപ്പിറോളജി എന്ന് പറഞ്ഞാൽ ഈ പാപ്പിറസ് ഉണ്ടല്ലോ എന്നൊക്കെ അതാണ് എഴുതല്, ഒരു ലീഫ് അതിൽ എഴുതുകൊണ്ടേക്കാരം പാപ്പിറോളജി എന്ന് പറയുന്നത്. നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ അറേബ്യയിൽ ഒന്ന് പറയുന്നത് എന്തുകൊണ്ട് ഹിഫ്സ് അത്ര സ്ട്രോങ് ആയി എന്നുള്ളത്. അറേബ്യയിൽ അവരുടെ ഒരു നോളേജ് അല്ലെങ്കിൽ മറ്റിങ്ങനെ അക്കാഡമിക് ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് മാത്രമായിരുന്നു, സാഹിത്യം മാത്രമായിരുന്നു. നമുക്ക് കേട്ടുള്ള അതല്ലേ, അറബി സാഹിത്യം എന്ത് ചെയ്യാണ്, ഇംറുൽ ഖൈസിനെ പോലെയുള്ള ആളുകൾ കവിത എഴുതുന്നു, അതെഴുതുന്നു, ഇതെഴുതുന്നു. ഇതിങ്ങനെ എന്ത് ചെയ്യാണ്, കൈമാറ്റം ചെയ്യപ്പെടും. ഇംറുൽ ഖൈസ് ഒരു കവിത എഴുതി കൊടുക്കുക, കുറെ ആൾക്കാരെ പഠിപ്പിച്ചും പോലെ എന്ത് അങ്ങനെ പാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. അവരിൽ എന്ത് ചെയ്യണ വേറെ ഒരു തരത്തിലുള്ള ഇൽമോൾക്ക് എത്തിയിട്ടില്ല. അപ്പൊ പിന്നെ ഇവര് ഒരൊറ്റ സാധനം കൊണ്ട് കഴിഞ്ഞു കൂടുന്ന ആളുകൾ എന്തേക്കാരം അത് ഭയങ്കര പവറേക്ക് അറിയുന്നവര്. നമ്മളെന്തുകൊണ്ട് ഫാത്തിഹ മറക്കുന്നില്ല എന്നുള്ളതിന് സ്ഥിരമായിട്ട് അതെന്താണ് ഓതുന്നുണ്ട്. അങ്ങനെ സാധനം ഇവിടെ അതും നടക്കുന്നുണ്ട്, റിട്ടൻഷൻ എന്നുള്ള സാധനം നടക്കുന്നുണ്ട്. ഒരു ഹദീസ് ഒരാൾ കേൾക്കല്ല, അത് അയാളോട് ചൊല്ലി കൊടുത്തു ഉറപ്പിച്ചിട്ടാണ് പിന്നെ എന്തിക്കാരം അവര് അവിടുന്ന് പോവുക. അതിൽ ഒറ്റ കേൾക്കലുകൊണ്ട് എന്തെങ്കിലും പോവില്ല. കേട്ടൊരു സംശയം ഉണ്ടെങ്കിൽ വീണ്ടും തിരിച്ചു വരും, ഇതന്നെയാണോ എന്നുള്ളത് ചോദിച്ച് ഉറപ്പെടുത്തും. അങ്ങനെയുള്ള കുറേ പ്രോസസ്സ് അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ട്. അതിനോട് കൂടെ എന്തേക്കാരം അവർ എക്സ്ക്ലൂസീവ്ലി ഇത് മാത്രമാണ് അവരത്.
ഹദീസാണെങ്കിൽ ഹദീസ് നബിൻ്റെ ഒപ്പം നടന്നത് ഇങ്ങനെ കേൾക്കണം. വേറെ ഒന്നുമില്ല, വേറെ ഫിലോസഫി പഠിക്കുക, അല്ലെങ്കിൽ വേറെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുക, അല്ലെങ്കിൽ സയൻസും കണക്കും ഇതൊന്നും അതിൻ്റെ ഇടയിൽ വരുന്നില്ല. ഇവർക്ക് എന്ത് മാത്രം പണി? ഈ സാധനങ്ങളൊക്കെ ചെയ്യുക. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാം, ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റും. അത് അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റും. പിന്നെ അന്ന് ഇവരെന്ത് ചെയ്യാറ്, വളരെ സത്യസന്ധരായിരുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഇവരങ്ങനെ നുണ പറയില്ല, സത്യസന്ധരായിരുന്നു. അപ്പം അങ്ങനെ സാമൂഹികവും പിന്നെ അവരുടെ വൈജ്ഞാനികവും സാംസ്കാരികമായിട്ടുള്ള ആ ഒരു പരിസരത്തിൽ നിന്ന് എന്തുകൊണ്ട് എന്ത് ചെയ്യാണ്, ഈ ഇത്രയും ഹിഫ്ല് വളരെ ഈ സ്റ്റോറേജിനുള്ള മെമ്മറി അല്ലെങ്കിൽ നോളേജ് സ്റ്റോറേജ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് അന്ന് നിലകൊണ്ടു എന്നുള്ളത് നമ്മൾ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സമർത്ഥിക്കാൻ പറ്റും. മറ്റേത് പിന്നെ എന്തുകൊണ്ട് വ്യാപകമായിട്ട് എഴുതിയില്ല? നമ്മൾ എഴുതുക എന്ന് പറഞ്ഞാലാണ് അത് അശാസ്ത്രീയാകുക. നാബിയ ബോട്ടിന്റെ ഒരു ഇതൊക്കെ നോക്കുമ്പോൾ അങ്ങനെയാണ്. എഴുതി എന്ന് പറയായിരുന്നെങ്കിൽ എന്തേക്കാരം അത് അശാസ്ത്രീയമാകും. കാരണം അന്ന് എല്ലാവർക്കും പെന്നില്ല, എല്ലാവർക്കും പേപ്പറില്ല, വളരെ എക്സ്പെൻസീവ് ആയിരുന്നു ഈ പേപ്പറുകളൊക്കെ. കാരണം ഇന്ന് നമുക്ക് അങ്ങനെ വെറുതെ എന്ത് ചെയ്യാൻ ചിലപ്പോൾ ഫ്രീ ആയിട്ടും ചിലപ്പോൾ നോട്ട് ബുക്കും മറ്റേ കാര്യങ്ങളും കിട്ടും. എഴുതണം എന്നുണ്ടെങ്കിൽ ടോപ്പ് തുറക്കുക അല്ലെങ്കിൽ അണ്ണിക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അന്ന് അങ്ങനെയല്ല. എഴുതാൻ എന്ത് ചെയ്യുക, ആദ്യം പരിശീലനം കിട്ടണം, പ്രത്യേക പരിശീലനം കിട്ടുക. കാരണം അതിന് ചെത്തി ഇതൊക്കെ ഉണ്ടാക്കണ്ടേ, ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മഷി പ്രത്യേകമായിട്ട് ഉണ്ടാക്കലാണ്. തോലിലാണ് എഴുതുക. അപ്പം അത് എന്തോ ഉറക്കിട്ടുങ്ങാണ്ട് എടുക്കണം. പിന്നെ മരത്തിൻ്റെ തൊലിയിലോ അങ്ങനെയുള്ള ഇതിലൊക്കെ എഴുതല്, അത് ഭയങ്കര പ്രയാസകരമാണ്. അതെല്ലാവർക്കും കഴിയില്ല. അപ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ എഴുതുള്ളൂ. പിന്നീടാണ് കുറേ കാലശേഷമാണ് എന്ത് ചെയ്യണത്, ചൈനയിലൊക്കെ പേപ്പർ കണ്ടെത്തുന്നത്. പേപ്പർ കണ്ടെത്തുമ്പോഴാണ് പിന്നെ ഒന്നും കൂടിയും സുഖമാകുക. അപ്പം അതിൻ്റെ ശേഷം നോക്കുകയാണെങ്കിൽ കുറേ ആളുകൾ എഴുതുന്നതായിട്ട് കാണും. അതിന് മുമ്പ് എല്ലാ സംസ്കാരത്തിലും എന്ത് ചെയ്യാണ്, ഇങ്ങനെയുള്ളൂ, അല്ലാതെ എല്ലാവരും എഴുതുന്നില്ല. ഇതിൽ പ്രത്യേക പരിശീലനം സിദ്ധിച്ച ആളുകൾ മാത്രമാണ് എഴുതുന്നത്. നമ്മളെ മറ്റേ കൽക്കത്ത നാഷണൽ ലൈബ്രറി, അപ്പോൾ അവിടെ പോയപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ബംഗാളി സ്കോളറുണ്ട്, ഒരു പോളിമാത്താണ്, കുറേ വിഷയങ്ങളിൽ അങ്ങനെ അവഗാഹമുള്ള ഒരാളാണ്. അവരുടെ പേര് അശുതോഷ് മുഖർജി, അങ്ങനെ ഒരാളാണ് അശുതോഷ് മുഖർജി. വന്ന് അവിടെ പഴയൊരു ദാറുദ ലൈബ്രറിയിൽ ഒരു ഹാഷിം സാറുണ്ടായിരുന്നു. ഇപ്പോൾ ഖാലിദ് സാറാണ്, ഖാലിദ് സാറ് മുമ്പുണ്ടായിരുന്നു ഹാഷിം സാർ. മൂപ്പർ അന്ന് നാഷണൽ ലൈബ്രറിയിലായിരിക്കുകയാണ് എന്ത് ചെയ്യണത്, ഞങ്ങൾ കാണാൻ തന്നത്. അപ്പോൾ ചില വളരെ റെയറായിട്ടുള്ള വളരെ നമ്മൾ പണ്ട് കാലത്ത് ഒറ്റപ്രതിയൊക്കെ ആയിട്ടുണ്ടാവില്ലേ, ആ സാധനങ്ങളൊക്കെ മാനുസ്ക്രിപ്റ്റുകൾ സൂക്ഷിക്കുന്ന ഒരു സെഷനിലെ കൊണ്ടുപോയി. അവിടെ ഈ ഇതൊക്കെ ഉണ്ടായിരുന്നു, അബുൽ ഫസലിൻ്റെ ഐനെ അക്ബരി, അക്ബർനാമ, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ ഈ അശുതോഷ് മുഖർജിയുടെ ഒരു കളക്ഷൻ ഉണ്ട്. മൂപ്പർ കൊണ്ടുപോകുമ്പോൾ തന്നെ പറയുന്നത് മൂപ്പരുടെ ഒരു പ്രധാന വർക്കുണ്ട്, കാണാൻ മാത്രമുണ്ട്, അത് 60 കിലോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. 60 കിലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു, 60 കിലോൻ്റെ ഒരു പുസ്തകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചെന്നപ്പം എന്തേക്കാരം ഒരു ബുക്കിൻ്റെ അതിങ്ങനെ ഒരു ഇതിൽ ഉയർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 60 കിലോ അതിലപ്പുറം ഉണ്ടാകും. കാരണം അന്ന് ഇത് എഴുതുന്നത് പേപ്പർ വ്യാപകമല്ലാത്തതുകൊണ്ട് ഇത് എഴുതുന്ന തോലിലാണ് എഴുതുന്നത്, തോലിൽ. അപ്പോൾ ഈ തോലിൻ്റെ കട്ടി നല്ല, ഒരു പേജ് തന്നെ നല്ല കട്ടി ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് മറിച്ച്, എല്ലാവരും അനുവദിക്കില്ല, നമ്മൾ ഈ ആളുണ്ടായതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് മറിക്കാൻ പറ്റും. നല്ല വെയിറ്റാണ് അത് ഒരു തോലിൻ്റെ സാധനത്തിന്. അപ്പോൾ ഈ എഴുത്തുകാരെന്ത് ചെയ്യണ്, ആ സമയത്ത് അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് അവരുടെ അണ്ടർലെന്നുണ്ടായിരിക്കും ഇങ്ങനെ ആലകൾ ഉണ്ടായിരിക്കും, ഫാമുകൾ. ആ ഫാമുകളിൽ ഈ കുട്ടി എന്ത് ചെയ്യാണ്, ഈ എത്രയോ ഇതിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ എത്രയോ സമയമാകുമ്പോൾ അതിന് പുറത്തെടുക്കുന്നതാണ് പറഞ്ഞത്. ആ തോലിൽ എഴുതാൻ വളരെ നല്ല സുഖമായിരിക്കും. ഞാനിത് പറയണത് ഒരു എഴുതുക എന്നുള്ളതും എഴുത്തുകാരനായാൽ പോരാ, ഇങ്ങനെയുള്ള കുറേ സൗകര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, വേണ്ടി വരും. അപ്പം ഇങ്ങനെ അല്ലെങ്കിൽ കാളനെ വേണ്ടി വരും, പശു വേണ്ടി വരും. എന്നിട്ട് അതിൻ്റെ കരം ആ കുട്ടീനുണ്ടാകുമ്പോൾ ആ സമയത്ത് അത് പൊളിച്ചെടുക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര പ്രയാസമാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ അന്ന് ആ വിശദീകരണത്തിൻ്റെ കൂട്ടത്തിൽ മൂപ്പർ അങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെ ആളുകൾ ചെയ്തിരുന്നത് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും എന്ത് ചെയ്യാൻ എഴുതാൻ കഴിയില്ല. അപ്പം നമ്മൾ പറയുന്നത് തന്നെയാണ് ശാസ്ത്രീയം, എല്ലാവരും എഴുതിയിട്ടില്ല. അവർ വാദിക്കണ കേട്ടാൽ ചോദിച്ചു, നമ്മളെന്ന് എല്ലാവരും വ്യാപകമായിട്ട് എഴുതണം എന്നാണ് തോന്നുന്നു. അങ്ങനെ കഴിയില്ല. നമ്മുടെ സിവിലൈസേഷന് നോക്കുകയാണെങ്കിൽ അന്നുള്ള മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ്, എഴുത്തുമായി ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ് അത്രയേ ഉള്ളൂ. അത് പിന്നീടാണ് എന്ത് ചെയ്യണത്, പേപ്പറുകളും പെന്നും ഇങ്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത്. ആ സമയത്ത് എന്തെങ്കിലും എല്ലാവരും വളരെ വ്യാപകമായിട്ട് എഴുതിയിരുന്നു. അപ്പോൾ ഈ രീതിയിൽ എന്തുകൊണ്ട് മെമ്മറി
വളരെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നമുക്ക് പ്രിസർവേഷൻ്റെ ഒരു സ്ഥലമായിട്ട് മാറി. ഇതാകാതെ പേപ്പറാകാതെ എന്തുകൊണ്ട് വ്യാപകമായിട്ട് അന്ന് എഴുതിയില്ല? ഇതിനൊക്കെ എന്ത് ചെയ്യണം, ഈ രീതിയിൽ മറുപടി കേൾക്കാൻ പറ്റും. മത്തീരിയുടെ ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിലൊരു 25ഓളം നമ്പർ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള അന്നത്തെ മൊത്തത്തിലുള്ള അവസ്ഥകൾ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അതിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ കിട്ടും ഈ ഹിഫ്ല്, ആ കാലത്തെ ഹിഫ്ല് ഏത് രീതിയിലായിരുന്നു എന്നുള്ളത്. നമ്മളിവിടെ അങ്ങനെ തന്നെ, ഇവിടെ ഹിഫ്ല് കോളേജ് ഉണ്ടല്ലോ അല്ലേ? ഹിഫ്ല് കോളേജിലെ കുട്ടികൾക്ക് എന്ത് ചെയ്യണേ, നമ്മൾ ആ സമയത്ത് എല്ലാം വിലങ്ങും. ഒരു സ്കൂളത്തെ ഇവിടെ എങ്ങനെയാണ്, സ്കൂളത്തെ പഠിക്കണ്ടോ? ഇല്ല, സ്കൂളത്തെ പഠിക്കാൻ അനുവദിക്കൂല, കൂടുതൽ പത്രം വായിക്കാൻ അനുവദിക്കലില്ല. കാരണം ഇവരുടെ ഈ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആയിട്ട് എനിക്ക് ഓരോ സാധനങ്ങൾ വന്നാൽ അത് ക്രമേണ ഫെയ്ഡായിട്ട് ഇങ്ങനെ വരും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് ദൗറ എന്നുള്ള സാധനത്തിൻ്റെ റിട്ടൻഷനാണ്. അപ്പോൾ ആ കാലത്ത് അതും നടക്കുന്നുണ്ട്. അതിങ്ങനെ ഒരു ഹദീസ് കേട്ടിങ്ങനെ പോവല്ല, ഒരു വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. കൂടിയിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അങ്ങനെയൊക്കെ ഇതെന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് റിട്ടൻഷൻ ചെയ്യുന്നത്, റിട്ടൻഷൻ പവർ എന്നാണ് അതിനെ പറയുക. റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഫാത്തിഹ എന്തുകൊണ്ട് മറക്കുന്നില്ല. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അന്ന് നടക്കുന്നുണ്ട്. സൈക്കോളജിയിൽ അങ്ങനത്തെ കുറേ തിയറികളൊക്കെ ഉണ്ട്, മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹിഫ്ദ് കുട്ടികൾക്ക് എന്തുകൊണ്ട് അത് വിലക്കിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം, ഖുർആൻ മാത്രം എന്ത് ചെയ്യണം പഠിക്കണം. അതിങ്ങനെ നിലനിർത്തണം ആ ഒരു 2-3 വർഷമായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, അവർക്ക് മറ്റൊന്നും കൊടുക്കാത്തത് മാത്രം നേരിട്ടു. അതേ രീതിയിൽ തന്നെയായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. അറബി സാഹിത്യം മാത്രമായിരുന്നു അവരുടെ ഒരു പ്രധാന ഈ വൈജ്ഞാനികമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ്. വേറെ ഗ്രീക്കിലോ റോമിലോ ഉണ്ടായിരുന്ന സയൻസുകളൊന്നും ആ കാലത്ത് കൂടുതലായിട്ട് അറേബ്യയിലേക്ക് എന്ത് ചെയ്യുന്നില്ല, വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളിന്ന് എന്ത് ചെയ്യണേ, കുറേ സയൻസുകളും കുറേ ഭാഷകളൊക്കെ പഠിക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ എന്തേക്കാരം ഒരേ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, ഉറുദു തുടങ്ങിയിട്ട് അറബിയിൽ പോയിട്ട് ഇംഗ്ലീഷൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കും. അതിനൊക്കെ ഇവർ ഇങ്ങനത്തെ ഈ ലാംഗ്വേജിൽ പഠനത്തിന് ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളൊക്കെ പറയാറുണ്ട്. അതായത് ഇങ്ങനെ എന്തൊരു ഇൻഹിബിഷൻ എന്നൊക്കെ പറഞ്ഞാണ് പറയാം. ഒരേ സാധനത്തിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തേക്കാരം അർത്ഥത്തിലേക്ക് പോകുന്ന റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്നാണ് പറഞ്ഞുകൊണ്ട്. ഒരേ സമയം കുറേ ഭാഷകൾ പഠിപ്പിക്കുമ്പോൾ ഒരു ഭാഷ തന്നെ എന്തേക്കാരം പൂർണ്ണമായിട്ട് ആ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. നമ്മളെ വേർഡ്സും വൊക്കാബുലറിയൊക്കെ എന്തേക്കാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആകും. അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഒന്നും അന്ന് അറേബ്യയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പിന്നെ ഒരു ഓറൽ ഹിസ്റ്ററി, അതാണ് വേറൊന്ന്. ഇവരെന്ത് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഓറൽ ഹിസ്റ്ററിക്ക് അത്ര ഭയങ്കര ഡിബിയസ് ആണ്, പ്രശ്നമാണെന്നൊക്കെ പറയുന്നത്. അതേപോലെ എന്തേക്കാരം ആഫ്രിക്കൻ സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ അവർ പൂർണ്ണമായിട്ടും അവലംബിക്കുന്ന എന്ത് ചെയ്യണേ, ഓറൽ ഹിസ്റ്ററിയാണ്. അങ്ങനെ കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ ആരോപണങ്ങൾക്ക് ഈ രീതിയിലുള്ള മറുപടികളും പറയാൻ പറ്റും. അപ്പൊ സിബായി പറഞ്ഞ മറുപടികളുണ്ട്, ആദമി പറയുന്ന മറുപടി ഉണ്ട്, ഹരാട്ട് മോസ്കി കൊടുക്കുന്ന മറുപടികളുണ്ട്, നാബിയാബേർട്ട് പോലെയുള്ള ഈ പാപ്പറോളജിസ്റ്റുകൾ എന്തെങ്കിലും അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് കൊടുത്തുള്ള മറുപടികളുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും മുസ്ലിം മോഡേണിസ്റ്റുകൾ ഇതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഡാനിയൽ ബ്രൗണിന്റെ ഒരു വർക്ക് ഉണ്ട്, ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, റീതിങ്കിങ് ട്രഡീഷൻ ഇൻ മോഡേൺ ഇസ്ലാമിക് തോട്ട് എന്നാണ് അതിന്റെ പേര് തോന്നുന്നത്. ഡാനിയൽ ബ്രൗൺ അതിൽ പറയുന്നത് അതിന്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുക മുസ്ലിം മോഡേണിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അബ്ദുൽ രീല, അബ്ദു ആണ്, മുഹമ്മദ് അബ്ദും റഷീദ് രതേ, അവര് മോഡേണിസ്റ്റുകളാണ്. അതായത് വെസ്റ്റിന്റെ കുറച്ച് സ്വാധീനങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെ അവരെങ്ങനെയാണ് ഈ ഹദീസിനെ റീതിങ്ക് ചെയ്തത്, അതായത് പുനർവിചിന്തനം നടത്തി എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് പറഞ്ഞിട്ട് എൻ്റെ അവസാന ഭാഗത്ത് അവരെന്താണ് ഈ അബ്ദു പോലെയുള്ള മോഡേണിസ്റ്റുകൾ എങ്ങനെയാണ് ഈ വെസ്റ്റ് വന്നിട്ടുള്ള പഠനങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് മറുപടി കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഇതുകൊണ്ടായിരിക്കും മോഡേണിസ്റ്റുകളെ പഠനം. ഇവർ മോഡേണിസ്റ്റ് അല്ല. ആലമിയും മുസ്തഫ മാദി ശരിക്കും ട്രഡീഷണലിസ്റ്റാണ്. മൂപ്പരുടെ മെത്തേഡ് വളരെ ഡിഫെൻസീവാണ്. പിന്നെ എന്ത് ചെയ്യാൻ ട്രഡീഷണലിസ്റ്റാണ് മൂപ്പരുടെ ഡെഫിനേഷൻ. എന്നാൽ സിബാവ് ഒന്നുകൂടി റിഫോമിസ്റ്റാണ്. രണ്ട് വ്യത്യാസം അതേക്കാരം. അത് അവരുടെ മറുപടിയിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ബ്രൗൺ എന്താണ്, ഡാനിയൽ ബ്രൗൺ ഉണ്ട്, എ.സി. ബ്രൗൺ അല്ല, ഡാനിയൽ ബ്രൗൺ ഉണ്ട്. റീതിങ്കിങ് ട്രഡീഷൻ ഇൻ മോഡേൺ ഇസ്ലാമിക് തോട്ടിൽ മൂപ്പര് എന്ത് ചെയ്തില്ല, ഒരു ഇവാലുവേഷൻ നടത്തുന്നില്ല. മൂപ്പര് വെസ്റ്റ് സെക്കുലർ ഈ ഫ്രെയിം വർക്കിൽ ട്രെയിൻ ചെയ്യപ്പെട്ട ആളാണ്. പക്ഷെ മൂപ്പര് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ദുവിനെ പോലെയുള്ള റഷീദ് രതയെ പോലുള്ള മോഡേണിസ്റ്റുകൾ എങ്ങനെയാണ്
ഈ മോഡേണിസം എന്നുള്ള സാധനം വന്നതിന് ശേഷം ഹദീസിനെ റീതിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും അവരെങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള ഓറിയന്റലിസ്റ്റുകൾക്ക് ഗോൾഷിയറെ പോലെയുള്ള ഷാക്തിനെ പോലെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുന്നത് മറുപടി കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള റെസ്പോൺസുകൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് ഹദീസിനെതിരെ വന്ന ഓറിയന്റഡ് റെസ്പോൺസുകൾക്ക് ഉള്ള മറുപടികൾക്ക് ഇതിൽ കണ്ടെത്താൻ പറ്റും. പിന്നെ എന്ത് ചെയ്യണം, ഓറിയന്റലിസം ആസ് എ സ്കൂൾ ഓഫ് തോട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും, എഡ്വേർഡ് സെയ്ദിനെയും ഹല്ലാക്കൊക്കെ ഉണ്ട്. ഹല്ലാക്കും ഇതേ രീതിയിൽ ഓറിയന്റലിസത്തെ എതിർത്ത ഒരാളാണ് ഹല്ലാക്ക്. ഇവരുടെ വർക്കുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ ഈ രണ്ട് ടൈപ്പ് വർക്കുകളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ കൃത്യമായിട്ട് രണ്ട് രീതിയിൽ ഈ ഓറിയന്റലിസം നിങ്ങൾക്ക് ക്രിറ്റിസത്തിന് എന്ത് ചെയ്യാൻ മറുപടി കൊടുക്കാൻ പറ്റും. ഒന്നെന്ത് ചെയ്യാൻ പറ്റും, എഡ്വേർഡ് സെയ്ദിനെ വായിച്ചു കഴിഞ്ഞാൽ അവരുടെ എന്ത് ചെയ്യാൻ കൃത്യമായിട്ടുള്ള ഈ ഹിഡൻ അജണ്ട മനസ്സിലാക്കാൻ പറ്റും. അതായത് പവർ നോളജ് റിലേഷൻഷിപ്പ്. ബ്രൗൺ ഉദയമാർക്ക് എവിടെയോ ഒരു സ്ഥലത്ത് അത് പറഞ്ഞു ചെറിയ രീതിയിൽ. അതായത് ആരാണ് ആരുടെ നോളജ് ഉള്ളത് അവർക്ക് എന്ത് ഉണ്ടായിരിക്കും, പവർ ഉണ്ടായിരിക്കും. വൈ ദേ ആർ പ്രൊഡ്യൂസിങ് മോർ നോളജ് അബൌട്ട് ഇസ്ലാം. അതായത് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നോളജ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ചുള്ള സാധനം ഞങ്ങളടുത്തുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തേടി വരുമല്ലോ. അതാണ് അവർ ചെയ്യുന്നത്. ഇസ്ലാമിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഹെജിമണി, അതുപോലെ സുപ്പീരിയോറിറ്റി, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ രീതിയിൽ നോളജുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരിക്കലും തന്നെ ഒബ്ജക്റ്റീവും അതിലൊരു തരത്തിലുള്ള ന്യൂട്രാലിറ്റി ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണില്ല. തികച്ചും എന്ത് ചെയ്യണേ, പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ടകൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് എഡ്വേർഡ് സെയ്ദ് കാണിക്കുന്നത്. ഇവർ പിന്നെ വളരെ കൃത്യമായിട്ട് ഹദീസിലേക്ക് വന്നിട്ട് കോൾഷിയറുടെയും ഷാക്തിൻ്റെയും ജീംബോളിൻ്റെയും ഒക്കെ എന്ത് ചെയ്യണം വാദങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത്. ഇവിടെ ആരൊരാളുടെ ആ ജർമ്മൻ എന്തേന്ന് പറഞ്ഞ പേര് ഫസ്റ്റത്തെ ദിവസം ആരോ പ്രസന്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, മിസ്ബല് ജർമ്മനിൽ പോയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അവന് സെർസെയ്ദിന്റെ എന്തോ പറഞ്ഞല്ലോ. സെർസെയ്ദ് ഈ ഓറിയന്റലിസ്റ്റ് ഗോൾഷിയർ മുംബൈ ശരിക്കും ഇതിനൊരു തുടക്കം കുറിക്കുന്ന ഒരാൾ വില്യം മുയറാണ്. വില്യം മുയർ ഹദീസിന്റെ സനദിലേക്കോ മത്തിലേക്കോ കടന്നു വരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മൂപ്പർ എന്ത് ചെയ്യണത്. മൂപ്പരുടെ ഒരു വർക്കുണ്ട്, മുഹമ്മദ് എന്തോ ഒരു ലൈഫ് ഓഫ് മുഹമ്മദ്, ആ സാധനം. അതിനുള്ളൊരു മറുപടി വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സർ സയ്യിദ് അഹമ്മദ് ഖാന് ഒരു ആർട്ടിക്കിളാണ് അത് കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. പുസ്തകമായിട്ട് എനിക്കത് ഓർമ്മല്ല, ഒരു ജേണൽ ആർട്ടിക്കിൾ. അത് കൃത്യമായിട്ടൊരു 8-10 പോയിന്റ് ആക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അത് നമുക്ക് ആകാവുന്നതാണ്. അതായത് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ റിബട്ടൽ ഒരു വില്യം മുയർന്ന് അടിച്ചാൽ ചിലപ്പോൾ അത് കിട്ടിയേക്കാരം. അങ്ങനെ ഒരു സാധനം വായിച്ചതായിട്ട് ഓർമ്മ ഉണ്ട്. അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, അതിൽ നബിന്റെ വിവാഹം, പോളിഗമി, ഡിവോഴ്സ്, ഇതൊക്കെ ഉണ്ടല്ലോ. അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മറുപടികൾ കൊടുക്കുന്നത്. അതൊക്കെ വെച്ചിട്ടാണ് അവർ നബിയെ മോശമായിട്ട് ചിത്രീകരിക്കാറുള്ളത്. നബി ചെയ്ത യുദ്ധങ്ങള്, നബി പെണ്ണുങ്ങളാളായിരുന്നു, അങ്ങനെയൊക്കെ കുറേ അവരുണ്ട്. പോളിച്ചീനി, പോളിഗമി സാധനങ്ങളൊക്കെ അങ്ങനെയുള്ളൊരു ഉണ്ടായിരുന്നു. അതാണോ അന്ന് പ്രസന്റ് ചെയ്ത് എനിക്കറിയില്ല, നമ്മൾ കേൾക്കാത്തത് മിസ്പെല്ലത്. പിന്നെ ആ വില്യം മുയറിന്റെ സാധനങ്ങൾക്കുള്ളൊരു മറുപടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ ആ ഒരു വർക്ക് അവലംബിക്കാവുന്നതാണ്. ഏകദേശമൊക്കെ ഞാനിങ്ങനെ ഇതായി. ഇനി ഇതുമായി ബന്ധമായ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, അത് പറയാം. ഞാനിപ്പോൾ ആകെ പറഞ്ഞത് ഓറിയന്റലിസം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു ഇൻസ്ട്രക്ഷൻ അതാ ഞാൻ തന്നത്. അത് എങ്ങനെ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് എന്താണെന്നുള്ളതും അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതും അതിൻ്റെ സ്കോപ്പുകൾ എന്താണെന്നുള്ളതും പിന്നെ അതേപോലെ തന്നെ അവർ ഈ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തഡോളജി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നീട് എന്താണ് അതിനെതിരെ വന്നുള്ള ക്രിറ്റിക്കുകൾ. എഡ്വേർഡ് സെയ്ദാണ് പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ അതും ഹല്ലാക്കും അങ്ങനെയൊക്കെ ആളുകൾ എന്തൊക്കെയാലും മനസ്സിലാക്കുക. പിന്നെ അതിനെ കൃത്യമായിട്ട് അതേപോലെ എഡ്വേർഡ് സെയ്ദ് ഇതൊക്കെ പറഞ്ഞിട്ടും എഡ്വേർഡ് സെയ്ദിനൊക്കെ എന്തൊക്കെയാലും വളരെയധികം വിമർശിച്ചിട്ടുള്ള ഒരു ബെർണാഡ് ലൂയിസ് ഉണ്ട്. അയാൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് ശരിക്കും ഓറിയന്റലിസം ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴും എഡ്വേർഡ് സെയ്ദ് എന്തിനാ പറയുന്നത് അയാളുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടും ഇത് ആ ഒരു പാത തന്നെ പിന്തുടർന്ന് കുറേ ഇസ്ലാമിനെ കുറിച്ച് കുറെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് ബെർണാഡ് ലൂയിസ്. ഏകദേശം ഒരു 4-5 വർഷം മുമ്പൊക്കെ കാര്യം മൂപ്പര് മരിച്ചിട്ടുണ്ടാകുക. വാട്ട് വെന്റ് റോങ് വിത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാണ്ടൊക്കെ മൂപ്പർക്ക് ഒരു പുസ്തകങ്ങളൊക്കെ ഇസ്ലാമിന് എന്തോ പറ്റി എന്നൊക്കെ ചോദിച്ചു കണ്ടുള്ളത്. അപ്പം അങ്ങനത്തെ ആളുകളുണ്ട് കേട്ടോ. അതായത് അയാള് എഡ്വേർഡ് സെയ്ദിനും ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സാധനങ്ങളുണ്ട്.
പിന്നെ വേറെയും കുറെ ആളുകളുണ്ട്, പക്ഷെ നമുക്ക്